അസ്സലാമു അലൈക്കും. ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു പഴംപൊരിയാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചായയൊക്കെ തിളക്കണ സമയം കൊണ്ട് പഴംപൊരി റെഡിയാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായ കിടിലൻ പഴംപൊരിയാണിത്. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് ഞാൻ മാവൊക്കെ റെഡിയാക്കിയെടുക്കണത്. എണ്ണ ചൂടാവുന്ന സമയം മതി നമുക്ക് ഇനി മാവൊക്കെ റെഡിയാക്കി എടുക്കാൻ. അതിന് ഞാൻ ആദ്യം പഴമാണ് കീറിയെടുക്കണത്. 3 പീസാക്കിയിട്ടാണ് ഞാൻ പഴം എടുക്കണത്. നീളത്തിൽ 4 പീസ് വരെ എടുക്കാം. നല്ല പഴുത്ത പഴമാണ് ഏറ്റവും ഇതിന് രുചി കിട്ടുക. ഇത് അത്യാവശ്യം വലിയ പഴമാണ്. ഇതിൽ മീഡിയം പഴമാണ് ഏറ്റവും നല്ല പഴംപൊരിക്ക്. അപ്പോഴാണ് പഴംപൊരി കാണാനും ഭംഗി കിട്ടുക. അഞ്ച് പഴത്തേക്കുള്ള മാവ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാമായിരിക്കും. എല്ലാ ചേരുവകളും പല ചേരുവകളായിക്കാരം ഓരോരുത്തരും ചേർക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് ദോശമാവുണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇഡ്ഡലി മാവാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇഡ്ഡലി മാവോ ദോശമാവോ ഏതായാലും കുഴപ്പമില്ല, ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കളറിനും വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണ ഒരു നിർബന്ധമല്ല. 2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചെടുത്തുകൊണ്ട് പിന്നെ ചുട്ടെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണ റെസിപ്പി ആയിട്ടാണ് ഞാനിത് ബേക്കിംഗ് സോഡ ചേർത്തത്. അങ്ങനെ ബേക്കിംഗ് സോഡ ചേർത്താലുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മാവ് പൊങ്ങി വരിക. ഇത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി കൈ കൊണ്ട് കുഴച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. എന്നാലുള്ളൂ നന്നായി സോഫ്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വേണം വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ. ഒട്ടും കട്ടുണ്ടാവാതെ വേണം വെള്ളം ചേർത്തെടുക്കാനും. വെള്ളം കുറേശ്ശെ വേണം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് ഏറിയാണ്ട് പിന്നെ നമുക്കൊന്നിനും പറ്റൂല. പിന്നെ പൊടികളൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഒന്നും നന്നായി കിട്ടൂല. ഇപ്പം നമ്മൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം തന്നെ നമുക്ക് പഴം പൊരിച്ചെടുക്കാം. കുറച്ച് മധുരം കമ്മി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചുകൂടി മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു സ്റ്റൗമ്മ ചായക്ക് വെള്ളം വെച്ച് ഒരു സ്റ്റൗമ്മ ഇത് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്നുണ്ട് നമുക്ക് വിരുന്നുകാർ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ മാവിൽ ഇങ്ങനെ പഴം ഇട്ടെടുത്ത് മുക്കിയെടുക്കാം. ആദ്യം ഞാൻ എണ്ണ ചൂട് ഏറുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നോക്കിയെടുക്കുകയാണ്. ഏറിയാണെങ്കിലും പഴം പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇത് പാകത്തെ ചൂടാണ്. ഞാൻ അതിലേക്ക് കോരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഒന്ന് ഇട്ട് കൊടുത്തത്. ഇട്ട സമയം തന്നെ നമ്മൾ തിരിച്ചു മറിച്ചു വിടരുത്. ഒന്ന് ചൂടായി പൊങ്ങി വന്നതിൻ്റെ ശേഷം വേണം ഇത് തിരിച്ചു മറിച്ചു ഇട്ട് വേവിക്കാൻ. ഇതിപ്പോൾ കൈക്കൊണ്ട് ഇട്ടുകൊണ്ട് ഒരു ഭാഗം ചെറുതായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. ഇത് സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി അടുത്തത് ഞാൻ സ്പൂൺ കൊണ്ടാണ് ഇടുന്നത്. മാവ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മുക്കിയെടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ കൈ കൊണ്ടൊന്ന് എടുത്ത് അതിലേക്ക് വെറുതെ ഒന്ന് ഇട്ടുകൊടുത്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ഇത് അതിനുള്ള വലിപ്പമല്ല, പഴം കുറച്ച് കൂടുതലായിട്ടുണ്ട്. ഗ്ലാസ്സിനിലേറെ കുറച്ചുകൂടി കൂടുതലായിട്ട് നിന്നിട്ടാണ് ഞാനിപ്പോൾ
പാത്രത്തിൽ തന്നെ ആക്കിയാണ്ട് മുക്കിയെടുക്കണത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ അതേ പഴംപൊരി നല്ല സോഫ്റ്റായിട്ട് നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇതും തിരിച്ചും മറിച്ചും ഇട്ടെടുത്ത് വേവിക്കുക. ഇതിൽ ചെറിയ മുത്തുകൾ ചാടിയതൊക്കെ ഈ സമയം തന്നെ കോരിയെടുത്താൽ മതി, കരിഞ്ഞു പോണീൻ്റെ മുന്നേ തന്നെ. നന്നായി ഫ്ലെയിം കൂട്ടി വെക്കും ചെയ്യരുത്, പറ്റ കുറച്ച് വെക്കും ചെയ്യരുത്. അപ്പോൾ കുറച്ച് വെച്ചാൽ എണ്ണ കുടിക്കും ചെയ്യും, കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളൊന്നും വേവില്ല. ഇപ്പോൾ ഇത് ഞാൻ പാകത്തെ തീയിലാണ് വെച്ചിട്ടുള്ളത്. നല്ല സോഫ്റ്റായ നല്ല അടിപൊളി പഴംപൊരിയായ നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ചട്ടീൻ്റെലേറെ വലിയ പഴമാണ്, മുറിച്ചാലറ്റ ഭംഗിയും കിട്ടൂല, അതുകൊണ്ടാണ് ഞാൻ മുറിക്കാതെ നിന്നത്. ഇപ്പോൾ പഴംപൊരികളൊക്കെ ഫുള്ളായിട്ട് ഞാൻ ചുട്ടെടുത്തു. കണ്ടില്ലേ, അടിപൊളി പഴംപൊരിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റും ഉണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ സ്റ്റൈൽ തന്നെയാണ്. കഴിക്കാൻ അതിനെക്കാട്ടിലും നല്ല രുചിയുണ്ട്. ഇതൊരു പഴംപൊരി തന്നെ മതി നമുക്ക് വയറ് ഫില്ലാവാൻ. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോക്കുമായി കാണാം. ബൈ.